കേരളത്തിലെ ആരോഗ്യ മേഖലയെയും പൊതുസമൂഹത്തെയും ഒരേ സമയം ഞെട്ടിച്ച അവയവക്കടത്ത് കേസിലെ കള്ളപ്പണ ഇടപാടുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വ്യാപിക്കുമ്പോൾ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മെഡിക്കൽ മാഫിയ ആവശ്യത കൂട്ടുകെട്ടാണ് പുറത്തുവരുന്നത്. കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയായ ലേക്ക് ഷോറിന്റെ മാനേജിംഗ് ഡയറക്ടറെ ഇ ഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും മുൻനിര ആശുപത്രികളിൽ നടന്ന വ്യാപക റെയ്ഡുകളും വിരൽ ചൂണ്ടുന്നത് കോടികളുടെ കള്ളപ്പണ ഇടപാടുകളിലേക്കാണ്. കേവലം പ്രാദേശികമായ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിനപ്പുറം ഭരണ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു വൻ മാഫിയ ശൃംഖല ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നത്. സംസ്ഥാനത്തെ 6 പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വ്യാജരേഖ ചമയ്ക്കൽ കേസുകളിൽ നിന്നാണ് ഈ അന്വേഷണത്തിന്റെ തുടക്കം. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരെ കെണിയിൽപ്പെടുത്തുകയായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി. തുച്ഛമായ തുക നൽകി ഇവരിൽ നിന്ന് അവയവങ്ങൾ കൈക്കലാക്കുകയും തുടർന്ന് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന സമ്പന്നരിൽ നിന്ന് വൻ തുക ഈടാക്കി മറച്ചു വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ മാഫിയയുടെ തന്ത്രം. ഈ ഓരോ ശസ്ത്രക്രിയയ്ക്ക് പിന്നിലും ആശുപത്രികൾ ഇടനിലക്കാരനായ നജീബ് എന്ന മുഖ്യ കണ്ണിക്ക് വൻ തുക കമ്മീഷനായി നൽകിയിരുന്നു എന്ന ഇ ഡിയുടെ പ്രാഥമിക കണ്ടെത്തൽ നമ്മുടെ കോർപ്പറേറ്റ് ആരോഗ്യ മേഖലയിലെ ധാർമ്മിക ച്യുതിയെയും കള്ളപ്പണത്തിന്റെ സ്വാധീനത്തെയുമാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നീട്ടുമ്പോൾ പ്രമുഖ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഇവിടെയാണ് രാഷ്ട്രീയ സ്ഥാപനപരമായ ഉത്തരവാദിത്വം ചർച്ചയാകേണ്ടത്. കക്ഷി രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഇത്തരം മാഫിയകൾക്ക് രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥ വൃന്ദമോ വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന നിഷ്പക്ഷമായ വിശകലനം അനിവാര്യമാണ്. കേവലം ഉപരിപ്ലവമായ വിവാദങ്ങൾക്കപ്പുറം നമ്മുടെ നിയമനിർമ്മാണ സഭകളും ഭരണകൂടവും ഇത്തരം ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതിലാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. കർശനമായ ഓഡിറ്റിംഗും സുതാര്യമായ ഭരണ നടപടികളും ഉണ്ടായാൽ മാത്രമേ കോർപ്പറേറ്റ് ആശുപത്രികളുടെ ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കാൻ സാധിക്കൂ. ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രബുദ്ധ ജനാധിപത്യ സമൂഹത്തിലെ ഉത്തരവാദിത്വമുള്ള പൗരന്മാർ എന്ന നിലയിൽ ഈ വിഷയത്തെ കേവലം ഒരു വാർത്തയായി കാണാതെ അതിന്റെ ആഴത്തിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം മാഫിയ ശൃംഖലകളെ വേരോടെ പിഴുതെറിയാൻ നമ്മുടെ നിയമഭരണ സംവിധാനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കരുതുന്നത്? നിർണായകമായ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കൂടുതൽ ജനാധിപത്യപരമായ സംവാദങ്ങൾക്കായി ഈ വിശകലനം മറ്റുള്ളവരിലേക്കും എത്തിക്കുക.